എന്റെ മോള് ഒരു ചീത്തക്കുട്ടിയല്ല മുതലാളി. അങ്ങനെയല്ല ഞാൻ അവളെ വളർത്തിയത്. ഈ ബന്ധം എങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അവളോട് പറയാം. പറഞ്ഞാൽ മാത്രം പോരാ, അനുസരിപ്പിക്കണം. പറയാന്നല്ലാതെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് എന്റെ മകനെ തിരിച്ചു കിട്ടണം. ഈ ബന്ധം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം, എത്ര പണം വേണമെങ്കിലും. വിൻസെന്റ്, ഇതാ പണം എല്ലാവർക്കും ആവശ്യമാണ്. ഇനിയും ആവശ്യമുണ്ടെങ്കിൽ എപ്പോ വേണേലും ചോദിക്കാം. ലോകത്തുള്ളതെല്ലാം പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല മുതലാളി. നിങ്ങളുടെ മകനെ എന്റെ മകൾ സ്നേഹിച്ചെങ്കിൽ അത് പണത്തിന് വേണ്ടി മാത്രമായിരിക്കില്ല. ഒക്കെ ഒതുങ്ങുന്നതിനെ കൊത്താവുന്ന മകളോട് പറഞ്ഞേക്കും. ഇല്ലെങ്കിൽ എന്റെ മോക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. മോളുടെ ഡാഡി ഇരുമ്പഴികൾക്കുള്ളിൽ കിടക്കുന്നത്. നിർത്തോ, നിങ്ങളുടെ കണ്ണുനീര് കാണാനല്ല ഞാൻ വിളിപ്പിച്ചത്. വാങ്ങിക്കേ. പണം കൊണ്ട് എന്ത് നേടാമെന്ന് മുതലാളി കരുതണ്ട. മേലിൽ അവന്റെ മകനെ കണ്ടുപോയാൽ മകളോട് പറഞ്ഞേക്ക് എന്നെ കൊണ്ടത് ചെയ്യിക്കരുതെന്ന്. ആ ചട്ടക്കാരി പെണ്ണെ കെട്ടാൻ ബാലു സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആനന്ദ് വലിയ ഭാഷയിലാണ്. ഈ വിവാഹം നടത്തിക്കൊടുത്തില്ലെങ്കിൽ അവർ രജിസ്റ്റർ വിവാഹം ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അതാണ് ആ പെണ്ണ്. അവളെ വിളിച്ച് നമുക്കൊന്ന് വിരട്ടി നോക്കാം. അവളുടെ മനസ്സിലിരിപ്പ് അറിയാമല്ലോ. ഏയ് വേണേ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ? നിന്നോടൊരു കാര്യം ചോദിക്കാനാ വിളിച്ചത്. നിന്റെ പേരെന്താണ്? ഡെയ്സി. വീട് എവിടെയാണ്? ഇവിടെ അടുത്താണ്. വയസ്സെത്രയായി? എന്താ ഇത് പോലീസ് സ്റ്റേഷനാണോ? ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ? പോലീസ് സ്റ്റേഷനോ റെയിൽവേ സ്റ്റേഷനോ എന്താണെന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം പോലെ കരുതിക്കോ. പക്ഷെ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. അപ്പോഴേ നീ ഒരു ചെറുപ്പക്കാരനുമായി എപ്പോഴും മോട്ടോർ സൈക്കിളിന്റെ പുറകിലിരുന്ന് നാട് ചുറ്റുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. നിങ്ങളാരെ ചോദിക്കാൻ? എനിക്ക് ഇഷ്ടമുള്ള ഇടത്തെല്ലാം ഞാൻ കറങ്ങും. ഒരാട് വന്നിരിക്കുന്നു ചോദിക്കാൻ. ഞാൻ ആരാണെന്നോ? അയ്യോ എടി പെണ്ണേ, തന്തയുടെ തലയായിട്ട് തന്നെ അണ്ടി തല്ലി പഠിച്ചോടി. അല്ല, നിന്റെ ഉദ്ദേശം എന്താ? എല്ലാവരുടെയും ഉദ്ദേശം തന്നെ. നീ മാത്രം ഉദ്ദേശിച്ചാ പോരാ. ഈ കാര്യത്തിൽ അത് മതി. ഇനി നീ ചോദിക്ക. എന്റെ തൊണ്ടയിൽ വെള്ളം വറ്റി. ഒരു കാര്യം തുറന്നു പറഞ്ഞേക്കാം, അവനൊരു കോടീശ്വരന്റെ മോനാണെന്ന കാര്യം. പിന്നെ അവന്റെ സ്വഭാവത്ര നല്ലതല്ല. നന്നായിട്ട് കുടിക്കും, ചീട്ട് കളിക്കും, സിഗരറ്റ് വലിക്കും, പിന്നെ അല്പം അൽക്കുത്തിടപാടുണ്ടെന്നാ കേൾക്കുന്നത്. അതിനെന്താ, ആണുങ്ങളായി കുറച്ചെല്ലാം വേണം. ഇവിടെ ആള് കൊള്ളാമല്ലോ. ഞാൻ അത്ര മണ്ടിപ്പെണ്ണൊന്നുമല്ല കണ്ട പോലന്മാരുടെ പിറകെ നടക്കാൻ. എനിക്കറിയാം, ആനന്ദ് വിവാഹം കഴിക്കുകയാണെങ്കിൽ അതെന്നെ മാത്രമായിരിക്കും. അതെനിക്കുറപ്പാണ്. അവൻ വേറെ ആരെങ്കിലും വിവാഹം കഴിക്കാൻ തയ്യാറാണെങ്കിലോ? കഴിച്ചോട്ടെ. പക്ഷെ എനിക്ക് ഈ ജീവിതത്തിൽ വേറൊരാളെ ഓർമ്മിക്കാൻ പോലും കഴിയില്ല. ദേശി എന്താ പണങ്ങിപ്പോയത്? മോനെ, ഞങ്ങൾ അവളെ ഉപദേശിക്കുകയായിരുന്നു. അത് ശരി. പാപ്പ എങ്ങനെയും പപ്പയോട് പറഞ്ഞ് പാപ്പ ഈ കല്യാണം നടത്തി തരണം. മോനെ, നിന്റെ പപ്പ പറഞ്ഞ പാപ്പ കേൾക്കുമെന്ന് എനിക്കറിയാമല്ലോ. ഉമ്മ നോക്കി വെക്കാതെ പാപ്പയോടൊന്ന് പറയണം. ശരി, ഏതായാലും ഞാൻ ബാലുവിനോടൊന്ന് പറഞ്ഞു നോക്കാം. നല്ല പാപ്പ. ഉള്ളിലോട്ട് വാ. ഉമ്മ, ഞാൻ അവളെ പോയി ഒന്ന് പാക്കപ്പ് ചെയ്തിട്ട് വരാം. എന്താ? അല്ല, ഞാൻ അവളെ പോയി സമാധാനിപ്പിച്ചിട്ട് വരാം. ശരി ശരി. താങ്ക് യു. നീ എന്തിനാ പിണങ്ങിപ്പോന്നു? അവര് നിന്നെ ചുമ്മാ ഉപദേശിച്ചതല്ലേ. നീ എന്താ പോസ് കാണിക്കേ? ചില ബാക്കിയുള്ളവൻ കഷ്ടപ്പെട്ട് കല്യാണക്കാരൊക്കെ ഉറപ്പിച്ചു അവിടെ ഒരു പോസ് കണ്ടില്ലേ? കയറി വേണ്ടില്ല. കെട്ടിപ്പിടിക്കേ, കെട്ടിപ്പിടിക്കാൻ. നീ ഇത് പറയുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. മക്കളുടെ വിവാഹ കാര്യം അവർ തീരുമാനിച്ചാൽ മതിയോ? ആനന്ദ് ചെയ്ത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല.
അവൻ ആ പെണ്ണെ ഇഷ്ടപ്പെട്ടു പോയി. അവളെ അല്ലാതെ മറ്റൊരു പെണ്ണ് വിവാഹം കഴിക്കില്ലെന്നാണ് അവൻ പറയുന്നത്. ആ സ്ഥിതിക്ക് അത് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്. നിന്റെ മകനാണെങ്കിൽ നീ ഇങ്ങനെ പറയുമായിരുന്നില്ല. എന്താടാ നീ പറഞ്ഞത്? അവൻ എന്റെ മോനല്ലെന്നോ? എന്റെ ആമന അവനെ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. എന്റെയും മാമനുടെയും നെഞ്ചിൽ കിടന്നാലടാ അവൻ വളർന്നത്. നിനക്കെന്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ നാവ് പൊങ്ങിയല്ലോ. യൂസുഫ്, ഞാൻ അതല്ല പറഞ്ഞത്. നമ്മുടെ മക്കളുടെ വിവാഹ കാര്യത്തിൽ നമ്മുടെ നിലയും വിലയും കൂടി നോക്കണ്ടേ? ആനന്ദിന്റെ പൊസിഷനെ പറ്റി പെണ്ണാണോ അവൾ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്ത് മിണ്ടാൻ? ഞാൻ പാവപ്പെട്ട ഒരു മുസൽമാൻ. നിന്റെ വിലയ്ക്കും നിലയ്ക്കും ചേർന്ന തരത്തിൽ സംസാരിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ആ നിലയ്ക്ക് യൂസുഫ്, ആനന്ദ് എന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്ന ഒരേ ഒരു കണ്ണിയാണ്. അവൻ വലിയവനായി നല്ല നിലയിൽ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതും ഈ സ്വത്തൊക്കെ സമ്പാദിച്ചത്. അവൻ എവിടെയോ കിടന്ന ഒരു ദരിദ്രവാസി പെണ്ണിനെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിട്ട് എന്താ പ്രയോജനം? മഴയും വെയിലും വകവയ്ക്കാതെ കാറ്റും കോളും നിറഞ്ഞ നടുക്കടലിൽ മീൻ പിടിക്കാൻ പോയ ആ പഴയ കാലമൊക്കെ മറന്നാണ് നീ സംസാരിക്കുന്നത്. ഞാനൊന്നും മറന്നിട്ടില്ല. അതുകൊണ്ട് ആ ചട്ടക്കാരി പെണ്ണിനെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നാണ് നീ പറയുന്നത്? ഓഹോ, നിനക്കിപ്പോ ജാതിയും പ്രശ്നമാണ് അല്ലേടാ? ഹിന്ദുവായ നീയും മുസൽമാനായ ഞാനും ഒരു ഹൃദയവും ഒരു ശരീരവുമായിട്ടാണ് ജീവിച്ചത്. 20 വർഷം ഹിന്ദുവായ നിന്റെ മകൻ മുസൽമാനായിട്ടാണ് എന്റെ വീട്ടിൽ വളർന്നത്. അന്നെല്ലാം നിനക്ക് സ്നേഹമായിരുന്നു വലുത്. യൂസുഫ്, നീ എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹം നടക്കില്ല, നടക്കാൻ പാടില്ല. അതിനുവേണ്ടി നീ എന്നെ നിർബന്ധിക്കരുത്. എന്റെ പ്രയത്നവും കഴിവും കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. മനുഷ്യൻ വളരുമ്പോ ആ വളർച്ചയ്ക്കൊത്ത് ജീവിക്കാൻ അവൻ പഠിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ. എന്റെ മകൻ നല്ല നിലയിൽ ജീവിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പഴയ ചങ്ങാതി ബാലുവാണെന്ന് കരുതിയാണ് ഞാൻ വളർത്തിയ എന്റെ മോന്റെ വിവാഹക്കാര്യം പറയാൻ ഞാൻ ഇവിടെ വന്നത്. അല്ലാതെ നിന്റെ പണത്തിന്റെ കൊഴുപ്പ് കണ്ടിട്ടൊന്നുമല്ല. പക്ഷെ എനിക്ക് ഇപ്പം മനസ്സിലായി, സ്വാർത്ഥനായ ഒരു കോടീശ്വരന്റെ മുന്നിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. എടാ, നിന്റെ ഉപദേശം പ്രസംഗമൊന്നും എനിക്ക് കേൾക്കണ്ട. ആനന്ദ് ആരെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ നിശ്ചയിക്കും. ആ നിശ്ചയത്തിന് മാറ്റവും ഉണ്ടാവില്ല. ബാലു, ബാലു, ഞാനൊരു പാവപ്പെട്ടവനാണെങ്കിലും നേരും ചൊവ്വുമുള്ള മുസൽമാനാണ്. എന്റെ കൈവിൽ നന്ദികേടിന്റെ കറയുണ്ടാവില്ല. ഇനി ഞാൻ ഈ പടിക്കകത്ത് കയറൂല. നീ ഇപ്പൊ വലിയ മുതലാളിയല്ലേ? മുതലാളി യൂസഫ്, ഇതൊരു നല്ല സന്ദർഭമാണ്. ഇനിയിപ്പോ ആ ചട്ടക്കാരി പെണ്ണിനെയും അവളുടെ അമ്മയും തട്ടിക്കൊണ്ടുപോയാൽ കുറ്റം ദാസന്റെ തലയിലിടാം. അതോടെ മുത്തശ്ശനും കൊച്ചുമോനും തമ്മിൽ തെറ്റും. എനിക്ക് ചില പഴയ കടങ്ങൾ അവളോട് വീട്ടാണ്. അതുകൊണ്ട് അവളെ എനിക്ക് വിട്ടു തന്നാൽ. ഓ, ഐ സീ. ആഹാ, നിങ്ങൾ ഇവിടെ നിൽക്കായിരുന്ന? എന്താ? ആനന്ദിന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് നിങ്ങൾ എന്ത് തീരുമാനിച്ചു? അത് നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ, അവന്റെ പപ്പയും കൂടി തീരുമാനിക്കണ്ടേ? നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞ നിങ്ങളുടെ ചങ്ങാതി കേൾക്കാതിരിക്കില്ല. ഏതായാലും നമുക്ക് ആ പെണ്ണിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഞാനില്ല. അവളുടെ അമ്മയച്ഛനെയും കണ്ടിട്ട് വിവരങ്ങളൊക്കെ അറിയുകയും ചെയ്യാമല്ലോ. ഞാനില്ലെന്ന് പറഞ്ഞില്ലേ? വേണമെങ്കിൽ നീ പോയിട്ട് വാ. ഞാൻ പോയിട്ട് വരാം. ഡേസി, ഡേസി, ഉമ്മ ഇവിടെ? ഞാൻ മോളുടെ അമ്മയെ കാണാൻ വന്നതാ. അമ്മ എവിടെ? മമ്മി കടയിൽ പോയതാ. ഇപ്പൊ വരും. ആ, ഉമ്മ ഇരിക്കും. നിങ്ങൾ ആരാ? എന്ത് വേണം?
ഈ താത്തയും ഡേസിയും കുറെ റൗഡിയൻ ഒരു വാനി വന്ന് പിടിച്ചുകൊണ്ടുപോയി.
മോനെ. ആമിനിയുടെ മരണത്തിന് പിന്നിൽ ആരുടെ കൈകളാണെന്ന് എനിക്കറിയണം. നിങ്ങളിൽ ആരെങ്കിലും അറിയാതെ ഈ ചതി നടക്കില്ല. റഷ്യ ഗ്രൂപ്പിൽ ചാരന്മാരുണ്ട്. അവരാണ് ആമിനിയെ കൊല്ലിച്ചത്. കൊല്ലിച്ചത് ആരായാലും അവരും അവരുടെ സന്തതികളും ജീവനോടെ ഇരിക്കില്ല. നീയാണടാ എന്റെ ആമിനെ കൊല്ലിച്ചത്. ഞാൻ ആമിനെ കൊല്ലിക്കുന്നു? എനിക്കൊന്നും അറിയില്ല യൂസഫ്. നീ എന്നാ പഴയ ബാലുവല്ല. നിന്റെ മകനെ ആ ചട്ടക്കാരി പെണ്ണിൽ നിന്നും രക്ഷിക്കാനായി നീ ഒരുക്കിയ കെണിയിൽ വീണത് എന്റെ ആമയായിരുന്നടാ. നീ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്റെ ആമന മരിക്കില്ലായിരുന്നു. യൂസഫ്, ഇതൊന്നും എനിക്കറിയില്ലടാ. എന്നെയും നിന്നെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്ത ചതിയാണിത്. നീ എന്താണെന്നും ഉണ്ടാക്കിയത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? യൂസഫ്, നീ എന്നെ വിശ്വസിക്കും. ഞാൻ നിന്റെ പഴയ സ്നേഹിതനാണ്, ബാലു. ആമിനയുടെ വേർപാട് നിനക്ക് താങ്ങാനാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ മരിച്ചത് നിന്റെ ഭാര്യ മാത്രമല്ല, എന്റെ സഹോദരി കൂടിയാണ്. ആമിനയുടെ മരണത്തിന് പിന്നിൽ ആരായാലും ഞാൻ അവരെ കണ്ടുപിടിക്കും. ആനന്ദ് അകത്തേക്ക് വരൂ. ഇല്ല, അന്ന് നിന്നെയും എന്റെ ഉമ്മയും കൂടെ പിടിച്ചുകൊണ്ടുവരെ ആരെങ്കിലും നിനക്ക് കണ്ടാലറിയാം. ഒരാളറിയാം. ആരെ? അന്ന് ഹോട്ടലിൽ വെച്ച് എന്നെ കൈകയറി പിടിച്ചില്ലേ, അവനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആനന്ദ്, പറയില്ലേ? ആരാണ് എന്റെ ഉമ്മയെ കൊന്നത്? എനിക്കറിയില്ല. പറയില്ലേ? എന്റെ ഉമ്മയെ കൊന്ന ആരാണെന്ന് പറയില്ലേ? പറയില്ലേ നീ?
ഇതേക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. രാജുവും ആനന്ദും എനിക്കൊരുപോലെയായിരുന്നു. മിസിയ ഗ്രൂപ്പിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നാം അറിയാതെ എന്തൊക്കെ നടക്കുന്നുണ്ട്. രാജുവിന്റെ കൊലപാതകി ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കും. ഹലോ, ദാസ് ഹിയർ. ഗുഡ് ഈവനിങ് മിസ്റ്റർ ദാസ്. നിങ്ങളുടെ ഗ്രാൻഡ് സൺ നിങ്ങളുടെ പാർട്ട്ണർ വർമ്മയുടെ മകനെ മർഡർ ചെയ്ത കേട്ടല്ലോ. അവനങ്ങനെ ചെയ്യില്ല. എന്റെ കൈവശം അതിന്റെ ഫോട്ടോഗ്രാഫിക് എവിഡൻസ് ഉണ്ട്. മിസ്റ്റർ ദാസ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുണ്ടല്ലേ? ആനന്ദ് രാജേഷിനെ ക്രൂരമായി കൊന്നതിന്റെ ഫോട്ടോഗ്രാഫ് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കൊടുത്തയച്ചു. മേ ഐ കം ഇൻ, സർ? യെസ്, കം ഇൻ. 1 minute, please. ഡോണ്ട് വറി മിസ്റ്റർ ദാസ്, നിങ്ങളുടെ മകനെ ഞാൻ രക്ഷിക്കാം. ഞാൻ കൊടുത്ത ഡോക്യുമെന്റ്സിൽ ഒരു ചെറിയ ഒപ്പ് മാത്രം ഇട്ടാൽ മതി. ആനന്ദ് ഷിപ്പിംഗ് കമ്പനി ഞാൻ നിങ്ങളുടെ നിന്ന് വാങ്ങിച്ചിരിക്കുന്നു എന്നതിനുള്ള ഒരു ചെറിയ രേഖ. അത് ഒപ്പിട്ട് തന്നാൽ ആ നെഗറ്റീവ് അപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ തിരിച്ചേൽപ്പിക്കാം. ഓക്കെ? മിസ്റ്റർ വീരേന്ദ്രനാഥ്, സ്വന്തം രക്തത്തെ കൊലക്കുറ്റം രക്ഷിക്കാൻ മുത്തച്ഛന് ഒരു ചുമതലയുമില്ലേ? നിങ്ങൾ ബുദ്ധിമാനാണ് മിസ്റ്റർ വീരേന്ദ്രനാഥ്. ഞാൻ ഇപ്പൊ തന്നെ അവിടെ വന്ന് ആ ഡോക്യുമെന്റ്സ് ഒപ്പിട്ട് തരാം. എന്റെ മകനാണ് എനിക്ക് വലുത്. അതുവരെ നിങ്ങൾ ആ നെഗറ്റീവ് സാരിയും കാണിക്കരുത്. ഓക്കെ.